അതിരടി മൂവി കണ്ടു. ഈ പടത്തിനെ കുറിച്ച് എനിക്ക് കുറേ കാര്യം പറയാനുണ്ട്. അതായത് ഈ പടം ഇന്നലെ പ്രീമിയർ ചെയ്തിരുന്നു. ഇന്നലെയാണ് ഇതിൻ്റെ പ്രീമിയർ, ഇന്നായിരുന്നു റിലീസും. അപ്പം ഞാൻ ഈ പ്രീമിയർ റിവ്യൂ എടുക്കാൻ പോയ ഒരാളായിരുന്നു. ഈ പടത്തിൻ്റെ പ്രീമിയർ കണ്ട ഓഡിയൻസിനോട് എങ്ങനെയാണെന്ന് പടം ചോദിച്ചു എല്ലാവരും പറഞ്ഞതുണ്ട്. അതായത് ഹെവി പടം, ഒരു രക്ഷയില്ല, അടിപൊളി, ബേസിൻ്റെ ബെസ്റ്റ്, ടൊവിനോയുടെ ബെസ്റ്റ്, അങ്ങനെ കുറേ, അതായത് റിവ്യൂ എടുത്ത സാധാരണ ഓഡിയൻസാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ ഇത് കേട്ടു, ഓക്കെ. പക്ഷെ ഇതിനേക്കാൾ എന്നെ അമ്പരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ മലയാളത്തെ റിവ്യൂ ചെയ്യുന്ന ഒട്ടുമിക്ക റിവ്യൂവേഴ്സും ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് ഈ പടത്തിന് പോസിറ്റീവ് അല്ല, കിടിലം പടം എന്നാണ് പറഞ്ഞേക്കുന്നത് എല്ലാവരും. അതായത് നമുക്ക് കോമൺലി അറിയാവുന്ന എല്ലാവരും ഈ പടം ഹെവി സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പടത്തിൻ്റെ റിവ്യൂവും ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ. എല്ലാവരും പറഞ്ഞു വാഴ 2 അതായത് ഇന്നലെ ഓഡിയൻസ് കുറേ പേര് പറഞ്ഞു വാഴ 2 ഈ പടം തൂക്കുമെന്ന്. അത്രയ്ക്കൊരു കാരണം നമുക്ക് ഈ റിവ്യൂസിനേക്കാളും ഈ പടം ഓഡിയൻസിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ഒരു ഇത് തോന്നും, ദൈവം ഈ പടത്തിൽ ഇത്ര ഹൈപ്പ് ഉണ്ടോ, അതായത് ഭയങ്കരമായിട്ട് ഹൈപ്പ് വരും. ഞാൻ ആ ഒരു എക്സ്പെക്ടേഷനിൽ എന്ന് ഈ പടം പോയി കണ്ടേ. പക്ഷേ സീരിയസ്ലി പറയുക, ഈ മൂവി ജസ്റ്റ് ആൻ ആവറേജ് മൂവി. എനിക്ക് മനസ്സിലാകുന്നത് ഈ പടത്തിൽ ഇത്രയും പോസിറ്റീവ് എങ്ങനെ കിട്ടുന്നതെന്ന്. അതുപോലെ ഈ റിവ്യൂ ചെയ്തവരൊക്കെ ഇത്രയും പോസിറ്റീവ് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകുന്നത് ഈ പടത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ. പിന്നെ ഈ നമ്മുടെ വീഡിയോയുടെ ഒക്കെ അടിയിലൊക്കെ മറ്റേ റിവ്യൂവിൻ്റെ ഒക്കെ അടിയിലൊക്കെ ഇഷ്ടം പോലെ പെയ്ഡ് റിവ്യൂ, ഇത് മൊത്തം പെയ്ഡ് റിവ്യൂ എന്ന് പറഞ്ഞാൽ കുറേ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പടം കാണുന്നതിന് മുമ്പ് ചുമ്മാ റിവ്യൂ കണ്ട സമയത്തൊക്കെ കണ്ടതാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവരിങ്ങനെ പെയ്ഡ് റിവ്യൂ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പടം കണ്ടപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ദൈവം ഇവരൊരു പെയ്ഡ് റിവ്യൂ ആണോ. ഞാൻ പെയ്ഡാന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഈ പടം ഒരു ഇത്രമാത്രം പറയാൻ ഒന്നുമില്ല. നോർമലി ചിലവർക്ക് ചിലവടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇത് ഭൂരിപക്ഷം പേർക്കും ഫസ്റ്റ് ഷോ, അതായത് ഫാൻ ഷോ കണ്ടോണ്ടല്ലേ, പ്രീമിയർ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം ഈ പടത്തിൽ ഒന്നുമില്ല. ജസ്റ്റ് ആവറേജ് മൂവി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ട് മാത്രമേ എനിക്ക് ഈ പടം തോന്നിയിട്ടുള്ളൂ. ഈ പടത്തിൽ അങ്ങനെ എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് വിഷ്ണു വിജയാണ് ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പല സ്ഥലത്തും ഈവൺ ക്ലൈമാക്സും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്, ചമൻചാക്കാണ് എഡിറ്റിങ്, അതും കിടിലാണ്. കുറേ കിടിലൻ ഷോർട്സ് ഈ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നെ റഷായിട്ട് വന്നു പോകുന്ന കുറേ ടകടാന്ന് തോന്നുന്ന സാധനമില്ലേ, അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ കിടിലായിട്ട് എടുത്തിട്ടു. അതല്ലാതെ എപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ പടത്തിൽ എടുത്തു പറയാൻ വേണ്ടി ഒന്നുമില്ല. ചില കോമഡീസൊക്കെ വർക്കായിട്ടുണ്ട്, ചിലത് വലിയ വർക്കായിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വലിയ നിങ്ങൾക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായില്ല. ഞാൻ ഒത്തിരി പറയുന്നില്ല, സ്പോയിലർ ആകുന്നുണ്ട്. സ്പോയിലർ എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല, എന്നാൽ പോലും ഞാൻ ഒത്തിരി റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. ആ ട്രെയിലർ കണ്ട ഏകദേശം അത് തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥ, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായത്, എങ്ങനെ എൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് ഈ ഹൈ മൂവ്മെൻ്റ് വരുന്ന മാത്രം ഒന്നുമില്ല. എന്താണ് എനിക്ക് ഞാൻ പറയാം, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എന്താണ് സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കുക. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ അത്ര എക്സ്പെക്ടേഷനോടെ പോയോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് അത്യാവശ്യം ഞാൻ ഓർത്ത് ഈ പോയ ക്ലൈമാക്സ് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഓർത്തത്. പക്ഷേ പ്രതീക്ഷയെക്കാളും നല്ല ക്ലൈമാക്സ് നല്ലതായിരുന്നു. ക്ലൈമാക്സ് കുറച്ച് പോർഷനും പിന്നെ അവിടെ ഇവിടെയും കുറച്ച് പോർഷനും അല്ലാതെ ഈ പടത്തിൽ ഇതിന് മാത്രം ഭയാനകമായിട്ട് ഒന്നുമില്ല. ചിലവരൊക്കെ പറഞ്ഞു ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് ആണ്. ടൊവിനോയുടെ ഒന്നും കരിയർ ബെസ്റ്റ് ഒന്നും അല്ല ഇത്. ടൊവിനോയുടെ ഗപ്പിയൊക്കെ എവിടെ കിടക്കുന്ന മൂവിയാണ്, ഇതൊരിക്കലും കരിയർ ബെസ്റ്റ് അല്ല. പിന്നെ അത്യാവശ്യം പുള്ളി തിരുവനന്തപുരംകാരനായിട്ട് ഈ പടത്തിനകത്ത് ആ ഒരു സ്ലാങ് ഉണ്ട്, അത് അത്യാവശ്യം നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ ആണെങ്കിലും പുള്ളി ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് അതായത് പുള്ളി ഇതിനകത്ത് കോളേജിലെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. സോ പുള്ളിയുടെ പ്രീവിയസ് നമുക്കറിയാം, പുള്ളിയുടെ ബോഡി ഷേപ്പും വെച്ച് ഇപ്പോൾ പോയി കോളേജിൽ അഭിനയിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൺവിൻസ് ആകത്തില്ല. പക്ഷേ പുള്ളി ട്രാൻസ്ഫോർമേഷനൊക്കെ ചെയ്തപ്പം അത്യാവശ്യം നല്ലൊരു കോളേജിൽ പഠിക്കുന്ന പയ്യനാന്നൊക്കെ ഒരു ഫിഗറൊക്കെ തോന്നുന്നുണ്ട്, ഓക്കെ. പക്ഷെ അതല്ലാതെ പുള്ളി ചിലയിടത്ത് അങ്ങ് ചിരി കോമഡിയൊക്കെ വാരി എറിയുമ്പോൾ നമുക്ക് ചിരി തോന്നത്തില്ലാത്ത കുറേ ഭാഗങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് വർക്കാത്ത കുറേ കോമഡീസ് ഉണ്ട്, വർക്കായ കുറേ കോമഡീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോഴും ഓക്കെ കണ്ടിരിക്കാം എന്നല്ലാതെ അതിൻ്റെ മുകളിലേക്കൊരു ഭയങ്കര ഇപ്പോൾ ഈ ക്യാരക്ടർ ഇപ്പോൾ ടൊവിനോ ചെയ്തില്ലെങ്കിൽ പോലും, അതായത് ടൊവിനോയുടെ ക്യാരക്ടർ ഒരു ഗ്രേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാരക്ടറാണ്. ഒരു ആൻറ്റി ഹീറോ രീതിയിൽ തന്നെയാണ് ബേസിൽ നായകൻ, ടൊവിനോ ആൻറ്റി ഹീറോ, ആ ഒരു രീതിയിലാണ് പടം പോകുന്നത്. പക്ഷേ ടൊവിനോയുടെ ക്യാരക്ടർ ഇപ്പോൾ ടൊവിനോ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന റോൾ അങ്ങനെയൊന്നുമില്ല. അത് വേറെ ആരും ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം ഒന്നുമില്ല, ആ റോൾ ഇത്തിരി മാത്രം പറയാൻ വേണ്ടി ഒന്നുമില്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അത് ഈ പടത്തിൽ മാത്രമല്ല പല പടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പം ടൊവിനോയ്ക്ക് കൊടുക്കുന്നതിനകത്തൊരു ബിൽഡപ്പ് ഉണ്ട്. അതൊരു പടത്തിൻ്റെ കുറച്ച് ഭാഗമാകുമ്പോൾ ടൊവിനോയ്ക്ക് ഒരു ഹെവി ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. പുള്ളി ആരായിരുന്നു, പുള്ളിയുടെ പാസ്റ്റ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറയുന്നത്. അത് പല സിനിമയിലും കൊടുത്തിട്ടുണ്ട്. പല പടത്തിലും ആ പടത്തിലുള്ള ആക്ടേഴ്സ് ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കും. ആ ബിൽഡപ്പ് കൊടുക്കുന്നതിൻ്റെ ഒന്നും നമുക്ക് പടം കണ്ടു കഴിയുമ്പോൾ തോന്നത്തില്ല. നമ്മൾ അയ്യേ ഇതിനായിരുന്നു ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തത്.
കുറേ പടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഹെവി ബിൽഡപ്പ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കും ഇവൻ ഒരു രക്ഷയില്ല, ഒരു മാരകമായിരിക്കും, വില്ലനാണെങ്കിലും നായകനാണെങ്കിലും കൊടുക്കുന്ന ബിൽഡപ്പ് അവൻ പണ്ട് അത് ചെയ്തു, പണ്ട് ഇത് ചെയ്തു, മറ്റേതാ മറിച്ച. പക്ഷേ സ്ക്രീനിൽ വന്നിട്ട് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിന് തോന്നും ഇതെന്താണിത്, ഈ ബിൽഡപ്പിൻ്റെ 7 അയലോക്കത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം ഫീലാണ് ഈ പടത്തിൽ ടോവിനോയുടെ ക്യാരക്ടർ എനിക്ക് തോന്നി. അതായത് പുള്ളിക്ക് കൊടുക്കുന്ന ബിൽഡപ്പൊക്കെ കേൾക്കുമ്പോൾ പുള്ളി ഒരു രക്ഷയില്ലാത്തൊരു ക്യാരക്ടർ. പക്ഷേ ഈ പടം തീരാറാകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ പറയും ഈ മനുഷ്യനാണോ ഇത്രയും വലിയൊരു സംഭവം കൊടുത്തതെന്നൊക്കെ. അതാ ഞാൻ പറയും, ഈ പടത്തിനെ കുറിച്ച് കുറേ എടുത്ത് പറയാനുണ്ട് കുറേ കാര്യങ്ങൾ, പക്ഷെ അത് പറഞ്ഞ് കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ക്യാമിയോ അത് വർക്കായിട്ടുണ്ട്, അത് അത്യാവശ്യം നന്നായിരുന്നു. കുറച്ച് നേരം ഉള്ളപ്പോൾ പോലും അത് കൊള്ളാം. അതാരാന്ന് ഞാൻ പറയുന്നില്ല, കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വെറുതെ സ്പോയിലായി പോയില്ലെന്ന് ഓർത്ത് ഞാൻ പറയുന്നില്ല. അല്ലാതെ ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ്റെ കുറേ രംഗമുണ്ട്. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വിനീത് ശ്രീനിവാസൻ്റെ കുറേ കാര്യങ്ങൾ. അതിനകത്ത് കുറേ പുള്ളിയുടെ സ്ഥിരം പരിപാടിയും പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ കുറേ കൗണ്ടറും കാര്യങ്ങളും, പുള്ളിനെ ധ്യാൻ ശ്രീനിവാസൻ വെച്ച് റിലേറ്റ് ചെയ്ത കുറേ കൗണ്ടർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നൈസായിട്ടുണ്ട്, പുള്ളിയുടെ ഭാവമൊക്കെ ഓക്കെ. പക്ഷെ അതല്ലാതെ ഇവർ ഈ റിവ്യൂസ് ആൾക്കാർ പറഞ്ഞത്, അതുപോലെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ്, ഞാൻ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എടുക്കാൻ പോയ ആളായിരുന്നു ഇന്നലെ. ഇവർ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത് വേറെ ലെവല്, അതായത് ബേസിൻ്റെ ആവേശം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല, ബേസിൻ്റെ ഒക്കെ പൊന്മാനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും 7 അയലോക്കത്ത് വരത്തില്ല. ഇതെനിക്കറിയത്തില്ല, ഇതെന്താ പെയ്ഡ് റിവ്യൂ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും പോസിറ്റീവ്, കാരണം നോർമലി 1-2 പേർക്ക് ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല. ഇത് എല്ലാവരും റിവ്യൂ പറഞ്ഞ് എല്ലാവരും ഹെവി പോസിറ്റീവ്, നോർമലായിട്ടൊന്നുമല്ല പറഞ്ഞത്. ഇത് ഒരു രക്ഷയില്ല, മറ്റേതാ മറിച്ച 100 കോടിയല്ല, വാഴനെ തൂക്കും, അങ്ങനെയൊക്കെ ഭയങ്കരം. അത് റിവ്യൂവേഴ്സ് മാത്രമല്ല ഓഡിയൻസ് ഈ പടത്തിന് വേണ്ടി പറഞ്ഞു. അത് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇനി എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ കണ്ടവർക്കും പടം അത്രത്തോളം ഒന്നും വർക്കായിട്ടില്ല. മോശം പടമെന്നല്ല, ഓക്കെ, ജസ്റ്റ് 1 ടൈം വാച്ചബിൾ. അതിൻ്റെ മേളിലേക്ക് ഒരു ഹൈ മൂവ്മെൻറ്റ് വരുന്ന ഒന്നും ഈ പടത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി പറയാം, എനിക്ക് ഈ പടത്തിൽ ഭയങ്കര ഹൈ മൂവ്മെൻറ്റ്, എൻ്റെ കോമഡി ഉണ്ട്, ഈയിടെ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഒരു ഭാഗം ഉണ്ട്, ഒരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ സീനോ എന്തെങ്കിലും കണ്ടു സെറ്റ്, ആ ഒരു ഫീൽ ഇടുന്ന ഒന്നുമില്ല ഈ പടത്തിനകത്ത്. ജസ്റ്റ് നോർമൽ ഒരു പടം. അതിൽ കൂടുതൽ ഈ പടത്തിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കൂടെ കണ്ടവർക്ക് ഇത് അഭിപ്രായം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഡിറ്റിംഗ് പാട്ട്, ആ ഒരു സൈഡൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. പടവും കുഴപ്പമില്ല എന്നല്ലാതെ വൺ ഡേ ഇനി ഒന്നുകൂടെ ഈ പടം നമുക്ക് ഒരിക്കലും കാണാൻ തോന്നില്ല. കാരണം റിപ്പീറ്റ് വാല്യൂ ഇല്ല. ഭൂരിഭാഗം ഇപ്പോഴത്തെ മലയാളം പടമോ അല്ലെങ്കിൽ ഏത് പടത്തിനും അങ്ങനെ റിപ്പീറ്റ് വാല്യൂ ഇല്ല. എന്നാൽ പോലും നമുക്ക് രണ്ടാമത് കാണുമ്പോൾ നമ്മൾ മടുക്കും. ആ ഒരു സാധനമാണ് ഈ പടം. 1 ടൈം നമുക്ക് ജസ്റ്റ് കണ്ടിരിക്കാം, ഓക്കെ. ഇടയ്ക്ക് അത്യാവശ്യം ചില കോമഡികളൊക്കെ വർക്കായ കുറേ ഭാഗവും പിന്നെ ഓക്കെ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിച്ച് അങ്ങനെ ഇരിക്കത്തില്ല, കണ്ടിരിക്കാം. 1 ടൈം വാച്ചബിളായിട്ട് നോർമൽ രീതിയിൽ കാണാവുന്നൊരു സാധാരണ ഒരു ആവറേജ് മൂവി. അതുമാത്രമാണ് എനിക്ക് അതിരടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിത് ആരെയും ഇപ്പോൾ ഈ പടത്തിന് പോസിറ്റീവ് പറഞ്ഞവർക്ക് ആർക്കും വർക്കാകത്തോണ്ട് അവർ ഇതാ മോശപ്പെട്ടോ അല്ല അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ പടം ഒട്ടും വർക്കായി എന്നല്ല, ഇവർ ഈ പറയുന്ന രീതിയൊന്നും വർക്കായില്ല. എനിക്കതാണ് മനസ്സിലാത്തത്. കാരണം ഞാൻ യൂട്യൂബിൽ റിവ്യൂ 5-6 പേരുടെ റിവ്യൂ ഞാൻ കണ്ടു, എല്ലാവരും ഹെവി പോസിറ്റീവ്. പക്ഷേ ഇന്ന് തൊട്ട് കുറേ ഇതിനെ നേരെ തിരിച്ചു വരുന്നുണ്ട്. അതായത് പറയുന്ന മാത്രം പടമൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞാൽ കുറേ പേരെ കാണാൻ തുടങ്ങി. ഇന്നത്തെ ഞാനിവിടെ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നവരുടെ ഓഡിയൻസ് റെസ്പോൺസ് എടുക്കുന്നുണ്ടായിരുന്നു. അവർ കുറേ പേരൊക്കെ പറയുന്നുണ്ട് ഇത് പ്രതീക്ഷ മാത്രം പടമൊന്നും ഇല്ല, അങ്ങനെയാണ് ഇതാന്നൊക്കെ പറഞ്ഞു. നിങ്ങളിപ്പം ഈ റിവ്യൂ ചെയ്തവരുടെ എല്ലാം കമൻറ്റ് ബോക്സ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പെയ്ഡ് റിവ്യൂ എന്ന് എല്ലാവരും പറഞ്ഞത്. ഇത് പെയ്ഡാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇങ്ങനൊരു പടം കണ്ടിട്ട് നമ്മൾ ഈ റിവ്യൂ കണ്ടോ നമുക്ക് ഫീൽ ചെയ്തു ദൈവമേ ഇത് ഞാൻ കണ്ട പടം അല്ലേ ഇനി. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇതാണ് എനിക്ക് അതിരടി കണ്ടിട്ട് തോന്നുന്നത്. ജസ്റ്റ് ആൻ ആവറേജ് മൂവി വി ക്യാൻ സീ. ഒരു പ്രാവശ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് ഓക്കെ, ചില കോമഡികളൊക്കെ വർക്കായി, ചിലതിനൊക്കെ ചിരിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ട്, ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്, അത്യാവശ്യം നൈസായിട്ട് കണ്ട് ഓക്കെ എന്ന രീതിയിൽ ഇറങ്ങി വരാവുന്നൊരു നോർമൽ ആവറേജ് മലയാളം മൂവി. അത്രയാണ് എനിക്ക് അതിരടി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയത്.